തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ആശുപത്രി രേഖകൾ ആവശ്യപ്പെട്ട് പോലീസ്. ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ ശരീരത്തിനുള്ളിൽ കുടുങ്ങി സുമയ്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളാണ് പരിശോധിക്കുക. ജനറൽ ആശുപത്രി, ശുചിത്ര, RCC എന്നിവിടങ്ങളിൽ സുമയ്യ നടത്തിയ ചികിത്സയുടെ രേഖകൾ പോലീസ് പരിശോധിക്കും. ചികിത്സാ പിഴവ് സംബന്ധിച്ച് പഠനം നടത്തുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വൈകും. സുമയ്യയുടെ ചികിത്സാ സംബന്ധമായ എല്ലാ രേഖകളും സമിതി പരിശോധിക്കും. എല്ലാ രേഖകളും പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയൂ എന്നാണ് വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, ഈ വിദഗ്ധ സമിതിയുടെയും ഒപ്പം പോലീസിന്റെയും അന്വേഷണവും പരിശോധനയും ഒരേ സമയം എങ്ങനെ തുടരുന്നു? സൈഫുദ്ദീൻ, ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയ സുമയ്യയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. സുമയ്യ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകുകയും മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സുമയ്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും വളരെ സമഗ്രമായിട്ട് പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് കടന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി, ശ്രീചിത്ര, RCC അടക്കമുള്ള ആശുപത്രികളിൽ സുമയ്യ ചികിത്സ തേടിയതിന്റെ എല്ലാ രേഖകളും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ രേഖകളും ലഭിച്ച് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പോലീസ് കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറും. അതിനുശേഷം DYSP തലത്തിൽ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താനുള്ള ആലോചനയാണ് പോലീസ് തലപ്പത്ത് നടക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിന്റെ കാര്യകാരണങ്ങളിലേക്ക് കണ്ടെത്തണമെങ്കിൽ എല്ലാ രേഖകളും ലഭിക്കണം എന്നുള്ള വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. അല്ലാതെ ചില കാര്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള നിഗമനത്തിൽ കൂടി പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ രാജ്കുമാറിന്റെ സർവീസ് ഹിസ്റ്ററി അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കും. ഈ സംഭവം നടക്കുന്ന ഏതാണ്ട് 2 വർഷം മുമ്പായതുകൊണ്ട് തന്നെ ആ കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, ഡോക്ടറിന്റെ മറ്റ് സർവീസ് ഹിസ്റ്ററി അടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ എല്ലാ രേഖകളും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ നോട്ടീസ് നൽകുക. നോട്ടീസ് നൽകിയതിന് പിന്നാലെ ഈ പറയുന്ന രേഖകൾ ലഭിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കി കന്റോൺമെന്റ് ACക്ക് കൈമാറുകയും അതിനുശേഷം DYSP തലത്തിലുള്ള അന്വേഷണം വേണമെങ്കിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ആലോചനയും പോലീസ് തലപ്പത്ത് നടക്കുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വിദഗ്ധ സമിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ അന്വേഷണം സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വരികയാണ്. ഈ ഗൈഡ് വയർ കുടുങ്ങിയതിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിദഗ്ധ സമിതി തന്നെ പരിശോധിക്കുന്നത്. അതായത് സുമയ്യ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി, അതിനിടയിൽ ഈ പറയുന്ന ഗൈഡ് വയർ ശസ്ത്രക്രിയയുടെ നെഞ്ചിൽ കുടുങ്ങുന്നു. അതിന് പിന്നാലെ RCCയിലും ശ്രീചിത്രയിലും സുമയ്യ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ മറ്റ് ചില സ്വകാര്യ ആശുപത്രികളിലും സുമയ്യ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വിദഗ്ധ സമിതി ചില ജനറൽ ആശുപത്രിയിൽ നിന്നും RCCയിൽ നിന്നും ശ്രീചിത്രയിൽ നിന്നും അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ വിവരങ്ങൾ ഇതുവരെ വിദഗ്ധ സമിതിക്ക് ലഭിച്ചിട്ടില്ല. അതിന്റെ കൂടി വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ വിദഗ്ധ സമിതിക്ക് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ വിദഗ്ധ സമിതി അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിന് കൈമാറുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ നിലവിൽ ഒരു പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലിലേക്ക് വിദഗ്ധ സമിതി പോയിട്ടുണ്ട് എങ്കിലും അതൊരു റിപ്പോർട്ടായിട്ട് ആരോഗ്യ വകുപ്പിനെ സമർപ്പിച്ചില്ല. കാരണം അതിനകത്ത് കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സ് വേണമെങ്കിൽ എല്ലാ രേഖകളും ഈ പറയുന്ന വിദഗ്ധ സമിതിക്കും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകളടക്കം പരിശോധിച്ചാൽ മാത്രമേ വിദഗ്ധ സമിതിക്കും റിപ്പോർട്ട് കൃത്യമായിട്ട് ആരോഗ്യ വകുപ്പിന് നൽകാൻ കഴിയുകയുള്ളൂ. ആ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിന് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് ആരോഗ്യ വകുപ്പ് കടക്കുക. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മന്ത്രി വീണ ജോർജും അക്കാര്യം തന്നെയാണ് പറഞ്ഞത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ എന്താണോ, റിപ്പോർട്ടിനകത്ത് പറയുന്ന പ്രകാരം കൃത്യമായിട്ട് നടപടികളുമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചതാണ്. എന്തായാലും ഉടൻ ആ റിപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ അടക്കം വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ വിദഗ്ധ സമിതിക്കും കൃത്യമായിട്ടുള്ള കണ്ടെത്തലിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ആ കണ്ടെത്തൽ കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കിയായിരിക്കും വിദഗ്ധ സമിതി ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനിടയിൽ തന്നെയായിരിക്കും പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് ACക്ക് സമർപ്പിച്ചതിനു ശേഷം കന്റോൺമെന്റ് AC മറ്റ് തുടർ നടപടികൾ ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുക.